പാർസികൾ അന്ന് അവർക്ക് അവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വരും. ഈ അവർക്ക് അവരുടേതായ വിശ്വാസമുണ്ട്. അവർ വിശ്വസിക്കുന്ന പഞ്ചഭൂതത്തിലാണ് വിശ്വസിക്കുന്നത്. അറിയാം പഞ്ചഭൂതം? അറിയാം. വായു, ഫയർ, വെള്ളം, പിന്നെ ഭൂമി, ആകാശം. ഓക്കെ, ഇത് 5ലാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ അവർക്കത് ആ വിശ്വാസം വിട്ടിട്ട് വേറൊരു വിശ്വാസത്തോട്ട് പോകാനൊക്കെ അവർക്ക് താല്പര്യമില്ല. അങ്ങനെ അവരവിടുന്ന് കുറേ ആൾക്കാർ ആഫ്രിക്കയ്ക്ക് പോയി, കുറേ ആൾക്കാർ ഇന്ത്യയിൽ വന്നു. അപ്പോൾ ഇന്ത്യയിൽ വന്ന് അവർ വന്നത് ബോംബെയിലാണ്. അപ്പോൾ ബോംബെയിലെ രാജാവ് അവരെ സമ്മതിച്ചില്ല ഇവിടെ ഇറങ്ങാൻ. അന്നേരം അവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കത്തില്ല, ഞങ്ങളുടെ ജനം ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഞങ്ങൾ ജീവിച്ചോളാം, നിങ്ങളുടെ ആൾക്കാരുമായിട്ട് ഞങ്ങൾ യാതൊരു ജീവിതത്തിനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. അവരിവിടെ വന്ന് അവർക്കിവിടെ താമസത്തിന് പെർമിഷൻ ഉണ്ട്. അങ്ങനെ പാസികൾ താമസിക്കാൻ തുടങ്ങിയ സ്ഥലമാണ് ബോംബെ. അപ്പോൾ അന്ന് ഈ വാട്ടർ ടാങ്ക് ഓപ്പണായിട്ട് കിടക്കുക, ഓപ്പണായിട്ടല്ല അന്ന് പണിതേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ ബോഡി പിന്നെ ഇവരെന്താ ചെയ്യുന്നത് അറിയാമോ? പാർസികളുടെ ബോഡി എങ്ങനെയാണ് ക്രിമേറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? അവർ ക്രിമേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബോഡി ഒരു വലിയ പിന്നെ കിണർ കൊണ്ട് വെക്കുക, നേക്കടായിട്ട് വെക്കുന്നത്, അടയ്ക്കത്തില്ല, നേക്കടായിട്ട് വെക്കുക. വെച്ച് കഴിഞ്ഞാൽ അവിടെ കഴുകന്മാർ വന്നിട്ട് അതിന് തിന്നുക. അതാണ് അവർ പ്രകൃതിയുമായിട്ട്, അവർ പ്രകൃതിയിൽ നിന്ന് പ്രകൃതിയിലോട്ട് തിരിച്ചു പോകണം. അപ്പോൾ അതാണ് അവരുടെ വിശ്വാസം. അപ്പോൾ ഇത് വാട്ടർ ടാങ്ക് തുറന്ന് കിടക്കുകയാണ്. തുറന്ന് കിടക്കുമ്പോൾ ഇവരുടെ ഈ സെമിറ്ററിക്ക് പറയുന്ന പേരാണ് സൈലൻസ് ഓഫ് ടവർ. സൈലൻസ് ഓഫ് ടവർ. ഈ സൈലൻസ് ഓഫ് ടവർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 100 മീറ്റർ മാറി, ഒരു 100 മീറ്റർ മാറി ഞങ്ങൾക്ക് പോകുന്ന വഴി കാണും. അപ്പോൾ അവിടുന്ന് ഈ ബോഡി അവിടെ വെക്കുന്നുണ്ട്. ഈ കഴുകന്മാരും കാക്കകളും അല്ലാത്ത ബേഡ്സും ഒന്നും ഇതിനെ കൊത്തിയിട്ട് ഇതിൻ്റെ മണ്ടയ്ക്കൂടെ പറക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലഷുകൾ ഇതിനകത്ത് വീഴുമായിരുന്നു. അപ്പോൾ വീഴുന്നുണ്ട് ഈ വെള്ളം മലിനമാകും. അപ്പോൾ മലിനമാകുന്നത് കൊണ്ട് അന്നത്തെ ജനങ്ങൾ അതിന് ഒബ്ജക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ അന്നത്തെ ബോംബെ മുനിസിപ്പാലിറ്റി അവർ പറഞ്ഞു, നിങ്ങളുടെ സെമിറ്ററി ഇവിടുന്ന് മാറ്റണം, പിന്നെ അത് മാറ്റിക്കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞില്ല, ഞങ്ങൾ വന്ന കാലം തൊട്ട് ഇവിടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് മാറ്റിത്തരാനൊക്കെ ഉണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾ അതിന് പകരമായിട്ട് അതിൻ്റെ കവറിട്ട് തരാം. അങ്ങനെ ഒരു കവറിട്ട് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഒരു പ്ലേസ് ആയി മാറി. അപ്പോൾ അവർ വിചാരിച്ചെന്നാൽ അതിൻ്റെ കൊണ്ടേക്ക് ഒരു ഗാർഡൻ കൂടെ കണ്ടത്. അങ്ങനെയാണ് ഇതിൻ്റെ കൊണ്ടേക്ക് ഗാർഡൻ.